നടി ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ 14 ദിവസം റിമാൻഡിലാണ്. ഇന്ന് മാധ്യമങ്ങളോട് ഒരു തവണ സംസാരിച്ചപ്പോൾ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പരാതികളെല്ലാം വ്യാജമെന്നുമാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നത്. ഈ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇന്ന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജഡ്ജി എ അഭിരാമി ബോബി ചെമ്മണ്ണൂരിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ആ വിധി പ്രസ്താവം കേട്ട് ബോബി ചെമ്മണ്ണൂരിന് രക്തസമ്മർദ്ദം ഉയർന്നു. അദ്ദേഹം കോടതിയിൽ തന്നെ കുഴഞ്ഞു വീഴുകയും ചെയ്തു. കോടതി മുറിക്കുള്ളിൽ വിശ്രമിക്കാൻ ബോബി ചെമ്മണ്ണൂരിനെ അനുവദിച്ചു. ഇപ്പോൾ എറണാകുളം അതിന് പിന്നാലെയാണ് എറണാകുളത്തെ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്. വൈദ്യപരിശോധന പൂർത്തിയായി എന്നുള്ള വിവരമാണ് നമുക്ക് ജനറൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. കാക്കനാട് ജില്ലാ ജയിലിലേക്കായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോവുക. പ്രദീപ് ജോസഫ് നമുക്കൊപ്പം ജനറൽ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. പ്രദീപ്, വൈദ്യപരിശോധന പൂർത്തിയായി, ഫലം എന്താണ് അറിയാൻ കഴിയുന്നുണ്ടോ? വൈദ്യപരിശോധനകളുടെ ആദ്യഘട്ടം പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടി ആശുപത്രിയുടെ പ്രധാന കവാടം വരെ എത്തിച്ചിരുന്നു. പക്ഷേ എന്തോ ചില കാരണങ്ങളാൽ വീണ്ടും അകത്തേക്ക് തന്നെ മാറ്റുകയായിരുന്നു. പരിശോധനാ ഫലം എന്തെന്ന് വ്യക്തമായിട്ടില്ല. പൂർണ്ണമായ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം കുറച്ച് സമയം കൂടി എടുത്തുവെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഒരു പരിശോധനാ ഫലം ലഭിക്കാൻ സാധ്യതയുള്ളൂ. വൈകാതെ ഒരു പക്ഷേ പുറത്തേക്ക് ഇറക്കിയേക്കാം. പരിശോധനാ ഫലത്തെ ആശ്രയിച്ചായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് ഇറക്കുകയാണോ അതോ ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാവുക. മറ്റേതെങ്കിലും വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണോ പ്രധാന കവാടം വരെ എത്തിച്ചതെന്നുള്ള കാര്യം അക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയുടെ ഫലം നമുക്കറിയാൻ സാധിക്കും. വൈദ്യപരിശോധനാ ഫലം ആരോഗ്യകരമാണ് എന്നാണ് എങ്കിൽ കാക്കനാട് ജില്ലാ ജയിലിലേക്കാവും ബോബി ചെമ്മണ്ണൂരിനെ മാറ്റുക. 14 ദിവസത്തേക്കാണ് കോടതി ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ജാമ്യം നിഷേധിച്ച് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് അയക്കുന്ന ഉത്തരവ് കോടതി വായിച്ചതോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂർ കോടതി മുറിക്കുള്ളിൽ കുഴിഞ്ഞു വീണത്. പിന്നീട് കുറച്ചു സമയം അവിടെ വിശ്രമിക്കുകയായിരുന്നു. വിശ്രമിക്കട്ടെ എന്ന് കോടതി നിർദ്ദേശിച്ചു. അതിനുശേഷമാണ് തൊട്ടടുത്ത് തന്നെയുള്ള എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വീഴ്ചയിൽ തനിക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യം ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്രമം ആവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും ബോബിയെ അറസ്റ്റ് ചെയ്ത സെൻട്രൽ പോലീസ് എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധനകൾ നടത്തിയിരുന്നു. ഈ വൈദ്യപരിശോധനകളിൽ ഒന്നും അസ്വാഭാവികമായി യാതൊന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. കാരണം കണ്ടെത്തിയിരുന്നുവെങ്കിൽ അക്കാര്യം പോലീസ് കോടതിയെ തന്നെ അറിയിക്കുന്നതാണ്. അത്തരം അസ്വാഭാവികതകൾ ഒന്നും കണ്ടെത്തിയില്ല. അതിനുശേഷമാണ് ഈ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഏതാണ്ട് ഒരു 12:30 മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ൽ ഹാജരാക്കിയത്. കോടതി വിധി അറിഞ്ഞപ്പോഴുണ്ടായ ആ ഒരു ആഘാതം കൊണ്ടാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ടാണോ എന്നറിയില്ല. അത് അറിയുന്നതിന് വേണ്ടിയാണ് ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ആരോഗ്യപരമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ ആസ്ഥാനമായ കാക്കനാടാണ് ജില്ലാ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ മാറ്റുക. അതേസമയം വിധി പകർപ്പിൻ്റെ പൂർണ്ണരൂപം കിട്ടിയതിന് ശേഷം മേൽക്കോടതിയെ ജാമ്യ അപേക്ഷയുമായി സമീപിക്കാനാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകരുടെ തീരുമാനം. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ ബി രാമൻപിള്ളയാണ് ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത്. എങ്കിലും ആ കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിച്ചേക്കാം, തെളിവുകൾ നശിപ്പിക്കപ്പെട്ടേക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിന് കോടതി ജാമ്യം നിഷേധിച്ചത്. വൈകാതെ തന്നെ വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കി അദ്ദേഹത്തെ വൈദ്യപരിശോധനാ ഫലം അനുസരിച്ച് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും. പ്രധാനമായും രക്തസമ്മർദ്ദം ഉണ്ടോ, രക്തസമ്മർദ്ദത്തിൽ എന്തുമാത്രം മാറ്റങ്ങളുണ്ട്, അതുപോലെ തന്നെ ECGയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനം ഉണ്ടോ, മറ്റ് എന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രഥമ ദൃഷ്ടിയ കാണുന്നുണ്ടോ, അത്തരം കാര്യങ്ങളാണ് ജനറൽ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ അതിവേഗം നടത്തിയ പരിശോധനയിൽ പൂർത്തിയാക്കിയത്. ഈ പരിശോധനാ ഫലം ഔദ്യോഗികമായി പോലീസിന് കൈമാറും. അതിന് ശേഷമാകും ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് പ്രദീപ് ജോസഫ് ഉള്ളത്. വൈദ്യപരിശോധനയുടെ ആദ്യഘട്ടം പൂർത്തിയായി എന്നുള്ളതാണ് പ്രദീപ് അറിയിക്കുന്നത്. ഉടനെ തന്നെ പരിശോധനാ ഫലം എന്താണെന്ന് നമുക്കറിയാൻ കഴിയും. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ദേഹാസ്വാസ്ഥ്യം തുടങ്ങിയ കാര്യമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ബോബി ചെമ്മണ്ണൂരിനില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കാക്കനാട് ജില്ലാ ജയിലിലേക്കായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോവുക. പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ്
ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി കോടതി തള്ളിയത്. 14 ദിവസത്തേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് വാഹനത്തിലേക്ക് വൈദ്യപരിശോധന പൂർത്തിയാക്കി